Hello everyone, welcome to our channel BioChem Mentor. I am Nasia. ഇന്ന് നമ്മൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബയോകെമിസ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ എൻസൈമോളജി എന്ന് പറഞ്ഞ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻസൈമോളജിയുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാനിറ്ററി കെമിസ്ട്രി എക്സാമിന്റെ സമയത്താണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സിലബസിൽ പറയുന്ന കുറെ ടോപ്പിക്കുകൾ ഈ ഒരു 2 പാർട്ടിലായിട്ട് 2 വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം ക്ലാസിഫിക്കേഷൻ, ആക്റ്റീവ് സൈറ്റ്, ആക്ടിവേഷൻ എനർജി, ലോക്ക് ആൻഡ് കീ മോഡൽ, ഇൻഡ്യൂസ്ഡ് തിയറി, മൈക്കാലിസ് മെന്റൻ കോൺസ്റ്റന്റ്, ലൈൻ വീവർ ബർഗ് പ്ലോട്ട്, മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, എൻസൈം ഇൻഹിബിഷൻ, ടേൺ ഓവർ നമ്പർ, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ആ 2 വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ പഠിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോസ് ഒന്നുകൂടെ പോയി കാണാം. സോ നമ്മൾ എൻസൈമോളജി പാർട്ട് 3 ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എൻസൈം സ്പെസിഫിസിറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതുമായി റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ ഫോർ ദ സ്പെസിഫിസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ? സ്പെസിഫിസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശരി അല്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, specificity refers to discrimination of an enzyme between two competent substrates. Option B, specificity of enzymes lies both the reactions they catalyze and the substrate on which they act. Option C, specificity makes it possible for a number of enzymes to coexist in the cell without interfering in each other reaction. Option D, 5 types of specificities have been recognized in enzymes. Your right answer എന്ന് പറയുന്നത്, അതായത് സ്പെസിഫിസിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 5 types of specificities have been recognized in enzymes. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിസിറ്റി, എൻസൈം സ്പെസിഫിസിറ്റി എന്താന്ന് പഠിക്കാം. ഓക്കെ, സ്പെസിഫിസിറ്റി ഓഫ് എൻസൈം. എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക് ഇൻ ദെയർ ആക്ഷൻ. നമുക്കറിയാം ഒരു എൻസൈം എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ഇൻ ദെയർ ആക്ഷൻ. ദ occurrence of thousands of enzymes in the biological system might be due to specific nature of enzyme. ഒരു സെല്ലിനകത്ത് ഒരുപാട് എൻസൈംസ് ഉണ്ടെന്ന് അറിയാം, ഒരുപാട് റിയാക്ഷൻസ് ഒരു സെല്ലിനകത്ത് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു സെല്ലിനകത്ത് അറ്റ് എ ടൈം ഒരുപാട് എൻസൈംസ് ഉണ്ടാവും. പക്ഷെ ഒരു റിയാക്ഷന് അല്ലെങ്കിൽ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി മറ്റൊരു എൻസൈമിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലല്ല ഉള്ളത്. സോ അതിന് കാരണം തന്നെ എന്താണ്? സ്പെസിഫിസിറ്റി ഓഫ് എൻസൈംസ് ആണ്. Then types of enzyme specificity. 3 types ആയിട്ടാണ് എൻസൈം സ്പെസിഫിസിറ്റി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സ്റ്റീരിയോ സ്പെസിഫിസിറ്റി ഓർ ഒപ്റ്റിക്കൽ സ്പെസിഫിസിറ്റി. സെക്കൻഡ് വൺ, റിയാക്ഷൻ സ്പെസിഫിസിറ്റി, ആൻഡ് തേർഡ് വൺ, സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി. ഓക്കെ, 3 ടൈപ്പാണ് സ്പെസിഫിസിറ്റി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്റ്റീരിയോ സ്പെസിഫിസിറ്റി ഓർ ഒപ്റ്റിക്കൽ സ്പെസിഫിസിറ്റി, റിയാക്ഷൻ സ്പെസിഫിസിറ്റി, സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി. Specificity is a characteristic property of the active site. Okay, active site ന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് എൻസൈം സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ടൈപ്പ് സ്പെസിഫിസിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, സ്റ്റീരിയോ സ്പെസിഫിസിറ്റി. ആദ്യം സ്റ്റീരിയോ ഐസോമേഴ്സ് എന്താന്ന് നോക്കാം. Stereo isomers are the compounds which have same molecular formula but differ in their structural configuration. So the enzyme acts only on one isomer and therefore exhibit stereospecificity. Okay, stereoisomers act ചെയ്യുന്ന enzymes only on one isomer and therefore exhibit stereospecificity. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തുള്ളത് L-amino acid oxidase act on L-amino acid. So L-amino acid oxidase എന്ന് പറഞ്ഞ എൻസൈം L-amino ആസിഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇതിൽ മാത്രമേ ഈ ഒരു അമിനോ ആസിഡിൽ മാത്രമേ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എന്നാൽ ഡി അമിനോ ആസിഡിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് ഡി അമിനോ ആസിഡ് ഓക്സിഡേസ്. സോ അത്രയ്ക്ക് സ്പെസിഫിക് ആയിട്ട് എൻസൈംസ്
സെപ്പറേറ്റ് ആയിട്ട് എൻസൈം ഉണ്ട്. ഓക്കെ, അമിനോ ആസിഡിൽ തന്നെ എൽ അമിനോ ആസിഡിനും ഡി അമിനോ ആസിഡിനും സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ ടൈപ്പിനും ഓരോ എൻസൈംസ്, ആ രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ്, അതിനെയാണ് സ്റ്റീരിയോ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെക്സോകൈനേസ് ആക്ട് ഓൺ ഡി ഹെക്സോസിസ് ആൻഡ് ഗ്ലൂക്കോകൈനേസ് ആക്ട് ഓൺ ഡി ഗ്ലൂക്കോസിസ്. ഓക്കെ, ഗ്ലൂക്കോകൈനേസും അതുപോലെ ഹെക്സോകൈനേസും, ഇത് രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ്, ഹെക്സോകൈനേസ് ആക്ട് ഓൺ ഡി ഹെക്സോസിസ് ആൻഡ് ഗ്ലൂക്കോകൈനേസ് ആക്ട് ഓൺ ഡി ഗ്ലൂക്കോസ്. The class of enzyme belong to isomerases do not exhibit stereospecificity because they are specialized in interconversion of isomers. Okay, അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കാം. The class of enzymes belongs to isomerases do not exhibit stereospecificity because they are specialized in the interconversion of isomerase. Second one, reaction specificity. The same substrate can undergo different types of reactions, each catalyzed by a separate enzyme, and this is referred to as reaction specificity. അതായത് ഒരു സബ്സ്ട്രേറ്റ്, ഇവിടെ എക്സാമ്പിൾ കൊടുത്തുള്ളത് പൈറുവേറ്റ്. ഈ ഒരു പൈറുവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്സ്ട്രേറ്റ് ഡിഫറെന്റ് ടൈപ്സ് റിയാക്ഷൻസിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ഓരോ റിയാക്ഷനും സ്പെസിഫിക് ആയിട്ട് അവിടെ ഒരു എൻസൈം ഉണ്ടാകും. അതായത് ഒരു സബ്സ്ട്രേറ്റിന് സ്പെസിഫിക് ആയിട്ട് എൻസൈം എന്നതിലുപരി സബ്സ്ട്രേറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റിയാക്ഷന് സ്പെസിഫിക് ആയിട്ട് ഓരോ എൻസൈംസ് ഉണ്ടാവും. അതിനെയാണ് റിയാക്ഷൻ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പൈറുവേറ്റ് ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവേറ്റ് കാർബോക്സിലേസ്. അതുപോലെ തന്നെ പൈറുവേറ്റിനെ അലനിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസമിനേസ്. സോ മറ്റൊരു എക്സാമ്പിൾ ആണ് പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. അതുപോലെ പൈറുവേറ്റ് അസറ്റൈൽ കോ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇത്തരത്തിൽ ഒരു സബ്സ്ട്രേറ്റ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനും സ്പെസിഫിക് എൻസൈംസ്, ഇതിനെയാണ് ഈ ഒരു ടൈപ്പ് സ്പെസിഫിസിറ്റിനെയാണ് റിയാക്ഷൻ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. Third type ആണ് substrate specificity. There are following types of substrate specificity. Substrate specificity നെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. First one, absolute substrate specificity. Second one, relative substrate specificity. Third one, broad substrate specificity. So അതിനകത്ത് first one, absolute substrate specificity. Certain enzyme will act on only one substrate and catalyze one reaction. അതായത് ചില എൻസൈംസ് ഒരു സബ്സ്ട്രേറ്റിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, ആ ഒരു സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു റിയാക്ഷൻ മാത്രമേ കാറ്റലൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു സബ്സ്ട്രേറ്റിൽ മാത്രമേ കാറ്റലൈസ് റിയാക്ട് ചെയ്യുള്ളൂ, അത് ഒരു റിയാക്ഷൻ മാത്രമേ അവിടെ ക്യാരി ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോകൈനേസ് ഗ്ലൂക്കോസിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷനിൽ മാത്രമേ ആര് പങ്കെടുക്കുള്ളൂ, ഗ്ലൂക്കോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം പങ്കെടുക്കുള്ളൂ. സോ അങ്ങനെയുള്ള എൻസൈംസിനെയാണ് അബ്സല്യൂട്ട് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി. മറ്റൊരു എക്സാമ്പിൾ ലാക്ടോസ് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ലാക്ടേസ്. അതുപോലെ യൂറിയനെ അമോണിയം കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് യൂറിയേസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സബ്സ്ട്രേറ്റിൽ മാത്രമേ യൂറിയേസ് ആക്ട് ചെയ്യുള്ളൂ, മാത്രമല്ല അതിന് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനും ഇതിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. സോ certain enzyme will act only one substrate and catalyze one reaction. This type of specificity is known as absolute substrate specificity. നമ്മൾ സ്പെസിഫിസിറ്റി പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് ഒക്കെ നല്ലോണം ഓർത്ത് വെക്കുക, കാരണം എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. സോ നെക്സ്റ്റ് ടൈപ്പ് റിലേറ്റീവ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി. ഇൻ ദിസ് കേസ് enzyme act on more than one substrate. So relative substrate specificityക്കകത്ത് എൻസൈം ഒരു സബ്സ്ട്രേറ്റിലല്ല ഒന്നിലധികം സബ്സ്ട്രേറ്റിൽ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. റിലേറ്റീവ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രൂപ്പ് സ്പെസിഫിസിറ്റി ആൻഡ് ബോണ്ട് സ്പെസിഫിസിറ്റി.
So that are the first one, group specificity. An enzyme act on more than one substrate containing a particular group. So group specificity എന്ന് പറയുന്നത് an enzyme act on more than one substrate containing a particular group. For example, chymotrypsin act on several proteins by hydrolyzing peptide bonds attached to aromatic amino acids. Okay, so an enzyme act on more than one substrate. So ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. കൈമോട്രിപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് പ്രോട്ടീൻസിൽ പല ടൈപ്സ് പ്രോട്ടീൻസിലും ആക്ട് ചെയ്യും. അപ്പൊ ഇന്ന പ്രോട്ടീൻ എന്ന് സെപ്പറേറ്റ് ഇല്ല. ഓക്കെ, അപ്പം മോർ ദാൻ വൺ സബ്സ്ട്രേറ്റ് ആണ് ഉദ്ദേശിച്ചത്. അതായത് ഡിഫറെന്റ് ടൈപ്സിലുള്ള പ്രോട്ടീൻസിലൊക്കെ എന്ത് ചെയ്യും, കൈമോട്രിപ്സിൻ ആക്ട് ചെയ്യും. ബൈ ഹൈഡ്രോലൈസിങ് peptide bonds attached to aromatic amino acids. So aromatic amino acid ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പെപ്റ്റൈഡ് ബോൺസിനെ ഹൈഡ്രോലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് പ്രോട്ടീൻസിലും ആര് ആക്ട് ചെയ്യുന്നുണ്ട്, കൈമോട്രിപ്സിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്സിൻ ഹൈഡ്രോലൈസസ് പെപ്റ്റൈഡ് ലിങ്കേജസ് ഇൻവോൾവിംഗ് ആർജിനിൻ ഓർ ലൈസിൻ. Trypsin hydrolyzes peptide linkages involving arginine or lysine. Next one, bond specificity. An enzyme acts on more than one substrate containing a particular kind of bond. So bond specificity എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ട് ഒരു എൻസൈം, ആ രീതിയിലാണ് വരുന്നത്. സബ്സ്ട്രേറ്റ് അല്ല ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ബോണ്ട് ആണ്. ചില ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചില എൻസൈംസ് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സെല്ലിനകത്ത് പ്രസന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സലൈവറി ആൽഫ അമൈലേസ് ക്ലീവ്സ് ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഏത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ല. ആൽഫ 1 to 4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് വരുന്ന ഏത് കാർബോഹൈഡ്രേറ്റ്സിനെയും ആർക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും, സലൈവറി ആൽഫ അമൈലേസിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ലിപ്പേസ് ഹൈഡ്രോലൈസസ് എസ്റ്റർ ബോണ്ട്സ് ഓഫ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സിൽ പ്രസന്റ് ആയിട്ട് ഏത് ടൈപ്പ് ലിപ്പിഡ്സ് ആയിക്കോട്ടെ അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള എസ്റ്റർ ബോണ്ടുകൾ ഹൈഡ്രോലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ലിപ്പീസിനുണ്ട്. സോ ബോണ്ട് സ്പെസിഫിസിറ്റിക്ക് എക്സാമ്പിൾ ആണ് salivary alpha amylase cleaves alpha 1 to 4 glycosidic bonds of carbohydrates and lipase hydrolyzes ester bonds of lipids. Next one, broad substrate specificity. An enzyme acts on more than one structurally related substrate. So, ചില എൻസൈംസ് സ്ട്രക്ചറലി റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റുകളിലൊക്കെ പോയിട്ട് ആക്ട് ചെയ്യും. For example, hexokinase catalyzes the phosphorylation of more than one kind of hexoses, such as glucose, fructose, and mannose. Okay, broad substrate specificity. An enzyme acts on more than one structurally related substrates. Example, hexokinase catalyzes the phosphorylation of more than one kind of hexoses, such as glucose, fructose, and mannose. ഇനി നമുക്ക് എൻസൈം സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സ്പെസിഫിസിറ്റി? ഓപ്ഷൻ എ, സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി. ഓപ്ഷൻ ബി, റിയാക്ഷൻ സ്പെസിഫിസിറ്റി. ഓപ്ഷൻ സി, കോഷ്ലാൻഡ് സ്പെസിഫിസിറ്റി. ഓപ്ഷൻ ഡി, സ്റ്റീരിയോ സ്പെസിഫിസിറ്റി. യുവർ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, കോഷ്ലാൻഡ് സ്പെസിഫിസിറ്റി. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് നിങ്ങൾക്ക് എൻസൈം സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു ടൈപ്സ് ഓഫ് സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ ഏതൊക്കെ ടൈപ്സ് ആണ്, എത്ര ടൈപ്പ് സ്പെസിഫിസിറ്റി ഉണ്ട്, 3 ടൈപ്സ് സ്പെസിഫിസിറ്റി ആണുള്ളത് മെയിൻ ആയിട്ട്. സോ അതിനകത്ത് വരുന്നതാണ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി, റിയാക്ഷൻ സ്പെസിഫിസിറ്റി, സ്റ്റീരിയോ സ്പെസിഫിസിറ്റി. സോ ഈ കോഷ്ലാൻഡ് എന്ന് പറഞ്ഞ വാക്ക് എവിടെയാണ് വന്നത്? കോഷ്ലാൻഡ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ വിച്ച് എക്സ്പ്ലെയിൻസ് ദ എൻസൈം സബ്സ്ട്രേറ്റ് ഇന്ററാക്ഷൻ ആൻഡ് ദ റിജിഡിറ്റി ഓഫ് ദ ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, ആക്റ്റീവ് സൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസിൽ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഷ്ലാൻഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. വിച്ച് എക്സ്പ്ലെയിൻസ് ദ എൻസൈം സബ്സ്ട്രേറ്റ് ഇന്ററാക്ഷൻ ആൻഡ് റിജിഡിറ്റി ഓഫ് ദ ആക്റ്റീവ് സൈറ്റ്. Next question, which of the following is not a part of relative substrate specificity? Option A, group specificity. Option B, bond specificity. Option C, reaction specificity. Option D, broad substrate specificity. Your right answer
Option C ആണ് reaction specificity. Okay, option C reaction specificity. ബാക്കി മൂന്ന് ഓപ്ഷൻസും എന്തിന് എക്സാമ്പിൾസ് ആണ്? സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ? ഓക്കെ, റിലേറ്റീവ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി ആണ് ബ്രോഡ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ റിലേറ്റീവ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രൂപ്പ് സ്പെസിഫിസിറ്റിയും അതുപോലെ തന്നെ ബോണ്ട് സ്പെസിഫിസിറ്റിയും. ഇതുമായിട്ടൊന്ന് റിലേറ്റ് അല്ലാതെ നിൽക്കുന്ന ഓപ്ഷൻ ആണ് ഇത് റിയാക്ഷൻ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. Fourth question, which of the following is an example for group specificity? Option A, trypsin hydrolyzing peptide linkages involving arginine or lysine. Option B, lipase hydrolyzing ester bonds of lipids. Option C, hexokinase phosphorylating one or more kind of hexoses. Option D, L-lactate dehydrogenase will act only on L-lactic acid and not D-lactic acid. Your right answer, option A ആണ് trypsin hydrolyzing peptide linkages involving arginine or lysine is an example of group specificity. Okay, അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? Which of the following is an example of group specificity? Right answer എന്ന് പറയുന്നത് trypsin hydrolyzing peptide linkages involving arginine or lysine. So അങ്ങനെയെങ്കിൽ lipase hydrolyzing ester bonds of lipid is an example for bond specificity, and whereas hexokinase phosphorylating one or more kind of hexoses is an example for broad substrate specificity, and L-lactate dehydrogenase will act only on L-lactic acid and not D-lactic acid is an example for stereospecificity. So, നമ്മൾ സ്പെസിഫിസിറ്റി പഠിക്കുന്ന സമയത്ത് എല്ലാ സ്പെസിഫിസിറ്റിയും എക്സാമ്പിൾ വെച്ച് വേണം പഠിക്കാൻ. എക്സാമ്പിൾ വെച്ചായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാം. Fifth question, salivary alpha amylase cleaving alpha 1 to 4 glycosidic bond of carbohydrates is an example for which type of specificity? Option A, group specificity. Option B, bond specificity. Option C, reaction specificity. And option D, broad substrate specificity. Your right answer, option B, bond specificity. Okay, നമ്മൾ already പഠിച്ചതാണല്ലേ. Salivary alpha amylase cleaving alpha 1 to 4 glycosidic bond of carbohydrates is an example for bond specificity. Sixth question, which of the following is an example for broad substrate specificity? Option A, chymotrypsin hydrolyzing peptide bonds attached to aromatic amino acids. Option B, D-glucose oxidase acting only on D-glucose and not. Option C, hexokinase phosphorylating one or more kind of hexoses. Option D, lipase hydrolyzes ester bonds of lipids. Your right answer, option C ആണ് hexokinase phosphorylating one or more kind of hexoses. Okay, so question എന്തായിരുന്നു? Which of the following is an example for broad substrate specificity? Right answer, hexokinase phosphorylating one or more kind of hexoses. Seventh question, which of these is not an example for stereospecificity? Option A, L-lactate dehydrogenase will act only on L-lactic acid and not D-lactic acid. Option B, D-glucose oxidase acting only on D-glucose and not L-glucose. Option C, L-amino oxidase act only on L-amino acid and not D-amino acids. Option D, hexokinase phosphorylating one or more kind of hexoses. Your right answer, option D ആണ് hexokinase phosphorylating one or more kind of hexoses. ബാക്കി വരുന്ന മൂന്ന് ഓപ്ഷൻസും എന്തിന് എക്സാമ്പിൾസ് ആണ്? സ്റ്റീരിയോസ്പെസിഫിസിറ്റിക്ക് എക്സാമ്പിൾസ് ആണ്. നമുക്ക് നോക്കാം. L-lactate dehydrogenase will act only on L-lactic acid and not D-lactic acid. D-glucose oxidase acting only on D-glucose and not L-glucose. Option C, L-amino oxidase acts only on L-amino acid and not D-amino acid. Okay.
Eighth question. L-lactate dehydrogenase, L-lactic acid. അങ്ങനെയെങ്കിൽ salivary alpha amylase dash. എന്താ വരിക? Option A, D amino acid, L amino acid, option C alpha 1,4 glycosidic linkage, and option D D-glucose. Here right answer option C alpha 1,4 glycosidic linkage. Ninth question. Which of the following do not show stereospecificity? Option A, L-lactate dehydrogenase. Option B, epimerase. Option C, salivary alpha amylase. And option D, L-glucose oxidase. Here right answer option B, epimerase. Okay, ബാക്കി എല്ലാ എൻസൈംസും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീരിയോസ്പെസിഫിസിറ്റി കാണിക്കുന്ന എൻസൈംസ് ആണ്. So what is stereospecificity? Stereospecificity is one in which the enzyme shows specificities towards only one type of isomerism. Here, L-lactate dehydrogenase shows stereospecificity towards L-lactic acid, and salivary alpha amylase shows stereospecificity towards alpha 1,4 glycosidic linkage and L-glucose oxidase to L-glucose respectively. Then, epimerase and isomerase do not show stereospecificity. So, epimerase and isomerase do not show stereospecificity. അപ്പോൾ ഈ ഒരു പോയിന്റ് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. Epimerase and isomerases do not show stereospecificity. Tenth question. Which type of specificity is represented in the following reaction? Glucose converted to glucose 6-phosphate catalyzed by the enzyme glucokinase. ഈ ഒരു റിയാക്ഷൻ ഏത് ടൈപ്പ് സ്പെസിഫിസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ, relative substrate specificity, option B, absolute substrate specificity, and option C, broad substrate specificity, and option D, stereo specificity. Here right answer option B, absolute substrate specificity. Okay, that is absolute substrate specificity is one in which the enzyme will act on only substrate and catalyze only one reaction. Okay, absolute substrate specificity is one in which the enzyme will act on only one substrate and catalyze only one reaction. Thus, glucose converted to glucose 6-phosphate by glucokinase is an example for absolute substrate specificity. Next question. Which of the following is not an example of absolute substrate specificity? Option A, glucose to glucose 6-phosphate by glucokinase. Option B, hexokinase phosphorylating one or more kind of hexoses. Option C, lactose to glucose and galactose by lactase. Option D, urea to ammonia by urease. Here right answer, hexokinase phosphorylating one or more kind of hexoses. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ബ്രോഡ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ബാക്കി വരുന്ന 3 ഓപ്ഷൻസും അബ്സല്യൂട്ട് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിക്ക് എക്സാമ്പിൾസ് ആണ്. ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-phosphate by glucokinase, lactose to glucose and galactose by lactase, urea to ammonia by urease. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എൻസൈം സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.